തെക്ക് ഐലൻഡ് അതിൻ്റെ സെക്കൻഡ് ട്രെയിലർ നമ്മുടെ IGN ഇന്ത്യ റിലീസ് ചെയ്തു. ഫസ്റ്റ് ട്രെയിലർ ഞാൻ ഓൾറെഡി കണ്ടതാണ്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇവരെക്കുറിച്ചിട്ട് ഒരു അടിപൊളി ആർട്ടിക്കിളും ദ ഹിന്ദു ന്യൂസിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം വായിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര വേറെ ലെവലിലുള്ള ആൾക്കാരൊക്കെ ഈ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, വിചാരിക്കാത്തത് ഞാൻ ഉദ്ദേശിച്ചത് വെറും 2000-ന് ശേഷം ജനിച്ച് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഗെയിം ഡെവലപ്മെൻ്റൊക്കെ പല മേഖലകളും പഠിച്ച് ഒരു സഹായവുമില്ലാതെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നിട്ടുള്ള ഈ തെക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഗെയിം മലയാളത്തിലും കൂടി ഉണ്ടെന്നാണ് ഗെയിമിൻ്റെ സംഭവത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത്. ഞാനതുകൊണ്ട് എന്തായാലും ഗെയിം കളിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് സെക്കൻഡ് ട്രെയിലർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ട്രെയിലർ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ട്രെയിലർ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണുന്നതിന് മുമ്പായിട്ട് ഈ ടീമിനെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. ഗെയിമിൻ്റെ സ്പെക്കും കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള പറയാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ സിസ്റ്റം സ്പെക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഇവർ പറയുന്നത് ഇൻ്റൽ കോർ i5-6600K അല്ലെങ്കിൽ റൈസൻ 3യുടെ 1200 8GB സിസ്റ്റം റാം വേണം. ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഒരു 4GB VRAM ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഗെയിം റൺ ചെയ്യാം. 1650 അല്ലെങ്കിൽ RX 570 DirectX 11. സ്റ്റോറേജ് വെറും 8GB സ്റ്റോറേജ് മാത്രം മതി. ഇതൊരു എന്താ പറയുക, ഹിന്ദി ഗെയിം ആണ്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബഡ്ജറ്റ് എന്താണെന്നുള്ള കാര്യമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഇൻറ്റൻസീവായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിലും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നോ, അല്ല എന്തൊക്കെയാണ് ഇവർ എത്ര മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം ചിലവഴിച്ചത്, ഇതിനെക്കുറിച്ചിട്ടും ബഡ്ജറ്റിനെ കുറിച്ചും ഒരു സ്റ്റോറി അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ടീം കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ റെക്കമെൻഡഡ് സ്പെക്ക്, അതായത് നിങ്ങൾക്ക് അഡീഷണൽ നോട്ട്സിൽ ഒരു കൊടുത്തിട്ടുള്ളത് runs around 30 FPS on max settings at 1080p. 30+ FPS കിട്ടാനായിട്ട് 1080pയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 30+ മാക്സ് സെറ്റിങ്സിൽ കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒപ്റ്റിമൈസേഷൻ ഇവർക്ക് തലവേദന പിടിച്ചൊരു പണിയായിരിക്കും. കാരണം PC-യുടെ പല സ്പെക്കിലും ഒരു മിനിമം ഒരു സ്പെക്ക് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് FPS ലോക്ക് ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വലിയ പിടിയില്ല. പക്ഷെ എന്നാലും ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിൽ ഈ ഒരു ചെറിയ ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഈ വെറും 5 പേരടങ്ങുന്ന ടീം വെച്ചിട്ട് ഇവരെന്ത് വന്നാലും എന്താ പറയുക സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമറിയില്ല, നമ്മുടെ നിവിൻ പോളിയൊക്കെ കയറി വന്ന, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അടിപൊളി ഡയറക്ടർ, സ്റ്റോറി റൈറ്റർ, ആക്ടറൊക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസനും ആ ടീമൊക്കെ വെച്ചിട്ട് ഇറക്കിയ ആ ഒരു പടം അന്ന് നമ്മൾ ഒരു ഫാൻ ബേസും ഇല്ലാതെ പോയി കണ്ട് സൂപ്പർ ഹിറ്റ് പടം. എനിക്ക് ഇവരുടെ ആ ഫോട്ടോയുമായി ഈ ഇരിപ്പൊക്കെ കണ്ടെന്നിടത്ത് ആ ഒരു വൈബാണ് കിട്ടുന്നത്. അപ്പോൾ റെക്കമെൻഡഡ് സ്പെക്ക് എന്ന് പറയാൻ നേരത്ത് i7 9700K അല്ലെങ്കിൽ റൈസൻ 5 3600 അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഇപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെക്ക് തന്നെയാണത്. പിന്നെ നമ്മളുടെ മെമ്മറി 12GB സിസ്റ്റം റാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 8GB 12GB വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം 8GB ഉണ്ടെങ്കിൽ പോലും മിനിമം സിസ്റ്റത്തിൻ്റെ സ്പെക്കിൽ ഓടിക്കോളും. ഗ്രാഫിക്സ് കാർഡിൽ GTX 1660 Ti അല്ലെങ്കിൽ 5600 XT. പിന്നെ 8GB സ്റ്റോറേജ്. അപ്പോൾ സ്പെക്ക് വളരെ എന്താ പറയുക, വളരെ ബേസ് മിനിമലാണ്. അത് അവരെ വളരെ നന്ദിയുണ്ട്. കാരണം ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ 30+ FPS നമുക്ക് മാക്സ് സെറ്റിങ്സിൽ കിട്ടും. അത് മതി. ഇങ്ങനത്തെ ഒരു ഈ ഹൊറർ മൂഡിൽ സ്ലോയിൽ ആ ഒരു വൈബിൽ കളിക്കാനായിട്ട് 30+ കോൺസ്റ്റൻറ്റ് ലോക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒന്നും പറയാനിട്ടില്ല. കാരണം ഒരു വർഷം കൊണ്ട് 5 പേര് വെച്ചിട്ട് ഇവരുടെ ബഡ്ജറ്റൊക്കെ എനിക്ക് അറിയാണ്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എങ്ങനെ ഇവർ ഈ ബഡ്ജറ്റിൽ എന്താണ് ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് പണിയെടുത്തു. അപ്പോൾ ഈ ടീം ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇൻ ടു യുവർ ഡേ ഇൻ മൈ ലൈഫ് ആ ഒരു വൈബ് സാധനം തന്നാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഗെയിം AI ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ. ചില ഇമേജസ് മാത്രം, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ a few art reference and images were generated using AI tools. ഇത് ചില കുറച്ച് കാര്യങ്ങൾ മാത്രം. ബാക്കി ഗെയിം പ്ലേ, എൻവയറമെൻറ്റ്, കോൺസെപ്റ്റ്, 2D 3D ആനിമേഷൻ, പെയിൻറ്റിങ്സ്, ബാക്കി എല്ലാ സാധനങ്ങളും ഡെവലപ്പേഴ്സ് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ ടീമിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഗെയിം. സെക്കൻഡ് ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് വീഡിയോയുടെ അവസാനം ഒരുമിച്ചിരുന്ന് കാണാം. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ജർമ്മനി ഇരുന്നുകൊണ്ട് ലോഗിൻ ചെയ്തേക്കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വിട്ടേക്കാം. നമുക്കപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരുടെ ദ ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിൾ നോക്കാം. കാണുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ടീം, തെക്ക് ഐലൻഡ് ടീം. ഇവർക്ക് എല്ലാവർക്കും ഓരോരോ നല്ല അടിപൊളി വ്യത്യസ്ത കഥകൾ ഉണ്ട്. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തെക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ച് മിസ്റ്റീരിയസ് ഐലൻഡ് 1980s ഗെയിം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐലൻഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് പോവുകയും
മിസ്സാകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നായകൻ അതായത് നമ്മൾ ആ ഒരു ഗെയിം ക്യാരക്ടറായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ആ നായകനാണ്, ആ പെൺകുട്ടിയുടെ ഭർത്താവാണ്. അപ്പോൾ ഈ ഭർത്താവ് ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നു. അവിടെ നടക്കുന്ന മിസ്റ്റീരിയസ് ഹൊറർ സംഭവങ്ങളെല്ലാം പതുക്കെ ഓരോരോ ചുരുളഴിച്ചെടുക്കുന്നു. ഇതാണ് കോൺസെപ്റ്റ്. കേട്ടിട്ട് അടിപൊളിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ലാഗും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വെറും 3 മണിക്കൂറാണ് ഗെയിമിൻ്റെ ടോട്ടൽ ഗെയിം പ്ലേ എന്നാണ് ഞാൻ കണ്ടത്. 3 മണിക്കൂർ ഗെയിം പ്ലേ. അപ്പോൾ ഈ 3 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു സ്റ്റോറി റിച്ച് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ ആയിരിക്കും. ഇവരുടെ ഡെവലപ്പിംഗ് ടീമിൻ്റെ പേരെന്ന് പറയുന്നത് അലസ് ഡെവ്സ് ഗെയിംസ്. ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അലസ് ഞാനിപ്പോൾ ജർമ്മനിലായതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കിൽ എനിക്ക് വലിയ മറന്നു പോകാൻ തുടങ്ങി ഭാഷ. അപ്പോൾ അലസ് ഡെവ്സ് ഗെയിംസ് എന്നാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റെഡ് വിൽസ് ഇൻ്ററാക്റ്റീവ്, രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗെയിമാണിത്. ഇനി അതുൽ ജോർജ്, അതാണ് നമ്മളുടെ ഗെയിം ഡയറക്ടർ. ഈ ഗെയിമിൻ്റെ എന്താ പറയുക തലച്ചോറ്, അല്ലെങ്കിൽ ഈ ഗെയിം എവിടെ നിന്ന് മുളച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അതുൽ ജോർജിൻ്റെ തലയിൽ നിന്നാണ് മുളച്ചിട്ടുള്ളത്. അതുൽ ജോർജ് അശ്വിൻ സുനിൽ കുമാറിൻ്റെ കൂടെ അദ്ദേഹം ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അതുൽ ജോർജ് ഒറ്റയ്ക്ക് ഈ സംഭവം തലയിൽ വെച്ചിട്ട് പല ഇതുമായിട്ട് തുടങ്ങി. അതിനുശേഷം സുനിൽ കുമാർ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. അതുൽ ജോർജ് ഇൻവൈറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും ചെറിയ ചെറിയ ഗെയിം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റി, കേരള ഗെയിം ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ടുള്ള രണ്ടുപേരും അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു നിന്നയിച്ചത്. പിന്നെ നമ്മുടെ കുറച്ച് കോഡിംഗ് ഒക്കെ അറിയാവുന്ന നമുക്ക് കുറച്ച് എന്താ പറയുക ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അവരൊക്കെ എന്താ പറയുക സ്റ്റുഡൻസാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് പഠിക്കുകയും അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന ഇത്രയും ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പഠന രീതി വേറൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ MCA സ്റ്റുഡൻസും ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അതുലാണ് ഇതിൽ ആക്ച്വലി സെൽഫ് ടോട്ടായിട്ടുള്ള ഒരാൾ. യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് പുള്ളി പഠിച്ച് എടുത്തത്. അപ്പോൾ ഇതൊരു PC എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇവർക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും എന്തായാലും ഈ ഗെയിം ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാൻ. കസ്റ്റമൈസേഷൻ PC തലവേദന പിടിച്ച കാര്യമാണ്. ഈ 5 പേര് വെച്ചിട്ട് ഈ 3 മണിക്കൂർ ഗെയിം ഉള്ളൂന്നുണ്ടെങ്കിൽ ഈ 3 മണിക്കൂറിൻ്റെ പുറകിൽ എത്ര മണിക്കൂർ ഉണ്ടാവുമെന്ന് ഈ 5 പേര് വെച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നല്ല എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു ഗെയിം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അശ്വിൻ PV അദ്ദേഹം മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ആദിത്യൻ PS ഗെയിം ഓപ്പറേഷൻസ്. ഇവർ രണ്ടുപേരും MCA സ്റ്റുഡൻസ് ആണ്. കോളേജിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെയും പറയുന്നു. സെയിൻറ്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു, കോട്ടയം. ആദി ഗോപകുമാർ മ്യൂസിക് ഡയറക്ടർ. ഫസ്റ്റ് ട്രെയിലറിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം മ്യൂസിക് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഹാറ്റ്സ് ഓഫ് ആദി ഗോപകുമാർ. അപ്പോൾ ഈ ടീം 21-22 വയസ്സൊക്കെ ഉള്ളൂ എന്നാണ് ഹിന്ദുവിൽ ഈ ന്യൂസ് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഇമേജാണ്, ഒന്നും കൂടി കാണിച്ചു തരാം. ലെഫ്റ്റിലിരിക്കുന്നത് അതുൽ ജോർജ്, അത് കഴിഞ്ഞിട്ടിരിക്കുന്നത് നമ്മളുടെ സുനിൽ കുമാർ ക്രിയേറ്റീവ് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് ആദി ഗോപകുമാർ മ്യൂസിക് ഡയറക്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല അടിപൊളി വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ട്രെയിലറിൽ. അത് കഴിഞ്ഞിട്ടിരിക്കുന്നത് ആദിത്യൻ PS ഗെയിം ഓപ്പറേഷൻസ്, ആൻഡ് പുറകിലിരിക്കുന്നത് നമ്മുടെ അശ്വിൻ PV മാർക്കറ്റിംഗ് ഹെഡ്. അപ്പോൾ ഇവർ ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ റോഡ് റാഷ് എന്നൊക്കെ പറയും, മറ്റേ ബാക്കിയുള്ള ഗെയിമിന് ചവിട്ടിരണ MotoGP അങ്ങനത്തെ കുറേ നമ്മളുടെ ഓർമ്മയുണ്ടെന്ന് ഉദ്ദേശിക്കുന്നു. മറ്റേ എനിക്ക് ഇപ്പോഴൊരു ഗെയിമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു ഡെസേർട്ടിൽ ബൈക്ക് ഓടിച്ച് കിടക്കുന്നത്, പിന്നെ മറ്റേ കാല് വെച്ച് ചവിട്ടുന്ന പരിപാടി, ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെയും ഇൻസ്പിറേഷൻ. എന്തുകൊണ്ട് അങ്ങനെയുള്ള സംഭവം കേരളത്തിൽ എത്തിക്കൂടാ അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൂടാ എന്നുള്ള സംഭവത്തിന് ബേസ് ചെയ്തിട്ട് നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, നമ്മളൊക്കെ വെറുതെ ഇരുന്ന് ഗെയിം കളിക്കാൻ നേരത്ത് അവരത് ചോദിച്ചു എന്തുകൊണ്ട് ഇതായിക്കൂടെ. അങ്ങനെ ഉള്ളത് കൊണ്ടിട്ട് ഇന്ന് ഈ ഒരു ഗെയിം ഇവിടെ വന്നു. അപ്പോൾ ഗെയിം ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലായിരിക്കും, അതായത് നമ്മുടെ 2 കൈയായിരിക്കും കാണുന്നത്. ഫുൾ ബോഡി വെച്ചിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കില്ല. മൊത്തം 3 മണിക്കൂറാണ് ഗെയിമിൻ്റെ മൊത്തത്തിലുള്ള ടൈം. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റോറി റിച്ച് ആയിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് ചലഞ്ചസ്, അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൽ വെച്ചിട്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഇവർക്ക് ഈ ആനിമേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ 5 പേരിൽ ഈ ഗെയിമിൽ ഫുൾ ഇൻവോൾവ്മെൻ്റ് ഉള്ള, അതായത് ഒരാൾ എല്ലാ പണിയും ചെയ്യുന്ന രീതിയിൽ ഏകദേശം, അതായത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു കുഞ്ഞ് ബഡ്ജറ്റിൽ ഈ 3 മണിക്കൂറുള്ള ഗെയിമിൻ്റെ പുറകിൽ ഏകദേശം 1 വർഷത്തോളം. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും തെറ്റിയിരിക്കട്ടെ, വെറും 3 മണിക്കൂറുള്ള ഗെയിമാണോ 1 വർഷം? ഇത് ആക്ച്വലി നല്ലൊരു ടൈമാണിത്. അതായത് ഇവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യാതെ ഈ ഒരു ലെവലിൽ കിട്ടില്ല. ഈ 3 മണിക്കൂർ 1 വർഷം കൊണ്ടിട്ട് വെറും 5 പേര് വെച്ചിട്ട്.
അപ്പോൾ അതൊക്കെ സമ്മതിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ ഈ 1980s സ്റ്റോറി ആയതുകൊണ്ട് ഇവർ റെഫറൻസ് എടുക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്തത് അന്നത്തെ കാലഘട്ടത്തിലെ മൂവീസൊക്കെയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ മൂവീസ്, ഇവരുടെ പരിസരങ്ങൾ, ആ ഒരു ഐലൻഡ് വൈബ് എന്നുള്ള രീതിയിൽ അതൊക്കെ അവർ സ്വയമായിട്ട് ഒബ്സർവ് ചെയ്തു. പിന്നെ 1980s ഇറങ്ങിയ മൂവീസ്, പിന്നെ നമ്മളുടെ മലയാളം സിനിമ ബ്രഹ്മയുഗം, അതിലെ ആ ഒരു ഹൊറർ സീക്വൻസ് ഒക്കെ ഇവർക്ക് ഇൻസ്പയർഡ് ആയിട്ടും അതിൽ നിന്നും ഇവർ ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് ഗെയിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ വെച്ചിട്ട് റിയൽ ലൈഫിൽ നമുക്ക് ഗെയിമായിട്ട് എന്താ പറയുക, അത് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട്. ഇനി പറഞ്ഞ പോലെ തന്നെ ഈ ഗെയിമിലുള്ള ആ ഒരു വീഡിയോ എഡിറ്റർ, അദ്ദേഹം ആള് ചില്ലറക്കാരനല്ല. ഇതിലുള്ള അശ്വിൻ അത് പ്രൊമോ എഡിറ്റർ ആയിട്ട് നമ്മളുടെ സൗദി വെള്ളക്ക എന്ന് പറയുന്ന ആ സിനിമയിലും, പിന്നെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഫോർ മമ്മൂട്ടി, അതായത് ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു മൂവിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടരും, മോഹൻലാൽ അഭിനയിച്ച തുടരും എന്നുള്ള സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില്ലറക്കാരല്ല സംഭവം. 5 പേരുള്ളൂ. 21, 22, 23 വയസ്സുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇവർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല ഫീൽഡിൽ എന്താ പറയുക, എൻ്റെ കാലഘട്ടത്തിലുള്ള 21, 22 വയസ്സ് പിള്ളേരുടെ കഴിവല്ല ഇവർക്കുള്ളത്. അപ്പോൾ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഇവർക്ക്. അപ്പോൾ ഇവരും എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്, ഹിന്ദുവിൽ പറഞ്ഞിട്ടുള്ള ഇവരും എക്സൈറ്റഡ് ആണ്. ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ദേ ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ പീപ്പിൾസ് റെസ്പോൺസസ്. അവരവരുടെ വർക്കിൽ കോൺഫിഡൻ്റ് ആണ്. ഞാനും അവരുടെ വർക്കിൽ ഇതുവരെ വെച്ചിട്ട് കണ്ടതിൽ വെച്ചിട്ട് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഇവർക്കിപ്പോൾ കോളേജിൽ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ, ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇവരിപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഇതിന് റിസൾട്ടിന് വേണ്ടി ഫോക്കസ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ചിലപ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വരാൻ നേരത്തെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം പതുക്കെ AAA ഗെയിം സ്റ്റുഡിയോ, അതായത് ബിഗ് ബഡ്ജറ്റ് ലെവലിൽ ഗെയിം റിലീസ് ചെയ്യണം, ആ ഒരു ഡെവലപ്പിംഗ് സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഗെയിം കളിക്കാൻ നിർത്തി ടിപ്പിക്കൽ ഇംഗ്ലീഷ് സാധനം മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം ഭാഷ ഗെയിമിൽ കണ്ടിട്ട് ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ കേരള ബേസ് ചെയ്തുകൊണ്ടുള്ള ഗെയിമൊക്കെ കാണാൻ നേരത്ത്, ആ ഒരു ഗെയിമർ എന്നുള്ള നിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഞാൻ പറയുന്ന സംഭവം മനസ്സിലാവും. ഇനി ഞാൻ IGNൽ കണ്ട ഒരു അടിപൊളി കോമഡി സാധനം ഞാൻ കാണിച്ചുതരാം. IGNൽ കണ്ടത് കേട്ടോ. ഇത് ഈ ഒരു സംഭവം നമ്മുടെ IGN ഇന്ത്യയിലാണ് പോസ്റ്റ് ചെയ്തത്, അല്ലാണ്ട് IGN കേരള, IGN തമിഴ്നാട് അങ്ങനത്തെ സാധനമൊന്നുമില്ല. IGN ഇന്ത്യ, അതായത് ഗെയിമിങ് ആ ഒരു ഫീൽഡിൽ വളരെ ഇതായിട്ടുള്ളൊരു പേജാണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ IGN ഇന്ത്യയുടെ പേജ്. 46,600K സബ്സ്ക്രൈബേഴ്സ്, 1.5K വീഡിയോസ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും വീഡിയോസ് കൊണ്ട് നോക്കണ്ട, കാരണം ഇവരൊരു വലിയൊരു ടീമിൻ്റെ ഭാഗമാണ് IGN ഇന്ത്യ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ 7 മണിക്കൂർ മുമ്പ് റിലീസായിട്ടുള്ള തെക്ക് ഐലൻഡ് എന്നുള്ള ഗെയിമിൻ്റെ ട്രെയിലർ. അപ്പോൾ ഒഫീഷ്യൽ ലോഞ്ച് ട്രെയിലർ. അപ്പോൾ 58 സെക്കൻഡാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വീഡിയോയുടെ അവസാനം ഒരുമിച്ചിരുന്ന് കാണാം. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ റീച്ച്, അല്ലെങ്കിൽ ഈ ഗെയിം ഡെവലപ്മെൻറ്റ് മാർക്കറ്റിംഗ് ടീം ഇവർ ചെയ്ത വർക്കിൻ്റെ ആ ഒരു റീച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് 7 മണിക്കൂർ മുമ്പ് 5.3K വ്യൂസാണ് ഉള്ളത്. ഇത് 4 ദിവസം മുമ്പ് 2 IGN ഇന്ത്യ ആൻഡ് അശ്വ സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്ത ഒരു ഗെയിമാണ്. 21K, ഇത് 23K, ഇത് 20K, ഇത് 3K, ഇത് 304K, ഇത് 9.7K, 1.4K. അതായത് ഇതുവരെ ഒരു 30K പോലും വന്നിട്ടില്ല ഇതുവരെ. എല്ലാം വളരെ, ഒന്നെങ്കിൽ 20, 2-3 ഗെയിം എന്തോ 20K സംതിങ് വന്നിട്ടുണ്ട്. 30K ഇതുവരെ കണ്ടിട്ടില്ല. ഈറോയിലും ഇല്ല. ഊട്ടി ദ സൈലൻസ് റിമെയിൻസ് എന്ന് പറയുന്ന ഒരു ഗെയിമും 12K വ്യൂസ് മാത്രമാണത് വന്നത്, 2 ആഴ്ച മുമ്പ് റിലീസായിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ഈ പറഞ്ഞ സംഭവങ്ങൾക്കും ഒന്നും വലിയ വ്യൂസൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ചില ഗെയിംസ് നല്ല ബഡ്ജറ്റ്, ഹെവി ആയിട്ട് ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗെയിം സ്റ്റുഡിയോസും ഉണ്ട്. ഇനി അടുത്ത റോയിൽ വരാൻ അത്ഭുതം കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ തെക്ക് ഐലൻഡ് എന്നുള്ള എന്താ പറയുക, ട്രെയിലറിൻ്റെ ആ ഒരു വീഡിയോ സംഭവം ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ വ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 233K വ്യൂസാണ് ഈ സാധനത്തിന് വന്നിട്ടുള്ളത്. ഇതുവരെ ഞാൻ കണ്ടു വന്നതിൽ വെച്ചിട്ട് 30K അടിച്ചൊരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല. 20 സംതിങ് ആണ്. ബാക്കിയെല്ലാം അതിലും താഴെ. ഇവിടെയൊക്കെ 500 വ്യൂസൊക്കെ ഉള്ള ഒരു വീഡിയോ കിടപ്പുണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും കളിയാക്കിയോ അല്ലെങ്കിൽ അതൊന്നുമില്ല. അതായത് നമ്മളുടെ കേരളത്തിലുള്ള ഗെയിമേഴ്സ്, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ ഈ ഒരു ഗെയിം, അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള സപ്പോർട്ട്, ഈ പറയുന്ന നമ്മളുടെ എന്താ പറയുക ഡെവലപ്പിംഗ് സംഭവം, നമ്മളുടെ ആർട്ട് ഇൻഡസ്ട്രി ആണെങ്കിലും ടെക് ഇൻഡസ്ട്രി എന്താണെങ്കിലും നമ്മൾക്ക് ആ ഉള്ള ഒരു സ്കില്ല് കാണിക്കുന്നൊരു സംഭവമാണിത്. 1 മന്ത് റിലീസായിട്ടുള്ളത് 233K വ്യൂസ്. വേറൊരു സാധനം അതിൻ്റെ തൊട്ടടുത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന IGNൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം തന്നെയാണ് ഞാനും ഒഫീഷ്യൽ ലോഞ്ച് ട്രെയിലർ കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ട്രെയിലർ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ട്രെയിലർ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. അവിടം വരെ പോണതിന് മുമ്പ് ഞാൻ ഡിസ്ക്ലെയിമർ ഒന്നും കൂടി വായിച്ചു നോക്കട്ടെ. ദി ഗെയിം ഈസ് എ വർക്ക് ഓഫ് ഫിക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് ഗെയിം സ്റ്റുഡിയോ. ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഫിക്ഷണലൈസ്ഡ് വേർഷൻ ഓഫ് കേരള. ഫീച്ചേഴ്സ് ഇമാജിൻ ക്യാരക്ടേഴ്സ് ലിവിങ് ഓർ ഡെഡ്. യാതൊരു വിധ സംഭവമില്ല. ഒരു കമ്മ്യൂണിറ്റിനെ മോശമാക്കിയിട്ടില്ല. ഓക്കെ, എന്നാൽ ബേസിക് ആയിട്ടുള്ളൊരു ഡിസ്ക്ലെയിമർ. ആലിസ് ടെഫ്സ് ഗെയിംസ്, റെഡ് വിൽസ് ഇന്ററാക്റ്റീവ്. അമ്പത്തെട്ട് സെക്കൻഡ് തികയണതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് ഉള്ള ട്രെയിലർ ഒഫീഷ്യൽ മാർക്കറ്റിംഗ് ടീമും വീഡിയോ എഡിറ്റിങ്ങും അതുവരെ നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് രണ്ടും എന്താ പറയുക, ടോപ്പ് ലെവലിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇരുട്ടത്ത് കൂടുതൽ അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കണം. കാരണം പകൽ വെളിച്ചത്തിൽ ഹൊറർ ഗെയിം വലിയ ഇതില്ല. പക്ഷേ ആ ഗെയിമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആർട്ട് വർക്കൊക്കെ കണ്ടായിരുന്നു. ഡോറിൻ്റെ കുറച്ച് ഈ ഇപ്പോൾ വന്ന ക്യാരക്ടറൊക്കെ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഫീൽഡിൽ ലൈറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ഇലകൾ എനിക്ക് തോന്നുന്നു അതിലും മൂവ്മെൻറ്റും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ചെയർ ഭ്രമയുഗം വൈബാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന ചെയർ എന്തായാലും ആ ഒരു എന്താ പറയുക, മിസ്റ്റീരിയസ് ആ ഒരു സംഭവം, ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഗെയിം എനിക്ക് തോന്നുന്നു ആ ഒരു തെക്ക് ഐലൻഡിൽ ഈ ഒരു ഇല്ലം ആണെന്ന് തോന്നുന്നു. ആ ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഗെയിമായിരിക്കും. അതെ, അപ്പോൾ 27 ഫെബ്രുവരി ഞാനും വെയിറ്റിംഗ് ആണ്. തെക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഗെയിമിന് 2 പേരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരാൾക്ക് മമ്മൂട്ടിയുടെ ഒരു ചെറിയൊരു ചായ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്ത് വന്നാലും ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്കിപ്പോഴും അത്ഭുതം തന്നെയാണ്. ഒരു വർഷമായിട്ട് ഇൻറ്റൻസീവായിട്ട് ഡെവലപ്മെൻറ്റിലായിരുന്നു. അപ്പോൾ 5 പേരെ കൊണ്ടിട്ട് അത്യാവശ്യം എല്ലാവരും എല്ലാ പണിയും എടുക്കണം. ഇതൊക്കെ ഒപ്റ്റിമൈസേഷൻ ടെസ്റ്റ് വരെ എന്താ പറയുക, ഒരു ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്ലിച്ചുണ്ട്, എററുണ്ട്, ബഗ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വരെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയമെടുക്കും. അപ്പോൾ ഇവരെ എന്താ പറയുക, എനിക്ക് പറയാനുള്ള രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു മലയാളി ടെക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, ഗെയിമിങ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സ്വന്തമായിട്ട് അഭിമാനം തോന്നുന്നു. ഇവർ എന്താ പറയുക, നമ്മളുടെ ഈ ഒരു നാട്ടിൽ വന്നിട്ട് ഈ ഒരു ഹൈപ്പ് റീച്ചുള്ള ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തതിനും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കരിയറിൻ്റെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോളേജിൽ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് ഒരു സേഫ് പാത്ത് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു റിസ്കി പാത്ത് ചൂസ് ചെയ്യണോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് കാണാൻ നേരത്ത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഈ ഉള്ള 5 പേർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയങ്ങളിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ. എന്താ പറയുക, അതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോസ് കിട്ടുന്ന വളരെ കുറച്ച് പേരാണ്. അപ്പോൾ ആ കുറച്ച് പേരിൽ എങ്കിലും എല്ലാവരും പറ്റുമെങ്കിൽ ഈ ഗെയിം കളിക്കുക. ഇത് ഗെയിം ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, സ്റ്റീമിൽ പ്രൈസിൻ്റെ സംഭവം ഞാൻ കണ്ടില്ല. ഇത് ഫ്രീ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാതെയാണ് നോക്കി സ്റ്റീമിൽ കയറി നോക്കിയത്. അപ്പോൾ ഫ്രീ ആണോ എന്ന്, ഫ്രീ ആക്കാൻ സാധ്യതയില്ല. ഫ്രീ ആക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നിങ്ങൾക്ക് പൈസ തന്നെ വേണം. അപ്പോൾ ചെറിയൊരു തുക വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ട്രെയിലർ ഞാനിപ്പോൾ ഈ ലൈവിലായിട്ടാണ് ഇരുന്ന് കണ്ടത്. അപ്പോൾ ഞാനൊരു റിയാക്ഷൻ സംഭവം എന്ന് എനിക്കറിയാം, ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരെങ്കിലും കമൻസിൽ റെഗുലറായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയി സപ്പോർട്ട് അറിയിക്കുക, റീച്ച് കൊടുക്കുക, ബാക്കിയുള്ള ആൾക്കാരും കളിക്കട്ടെ. നമ്മളുടെ കേരളത്തിലുള്ള വലിയ ഗെയിമിംഗ് സ്ട്രീമേഴ്സ് എല്ലാവരും തന്നെ ഇത് സ്ട്രീം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു
അഭ്യർത്ഥന. അപ്പോൾ കുറച്ച് നാൾ മറ്റേ എന്താ പറയുക GTA റോൾ പ്ലേ സെർവർ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളുടെ സ്വന്തം നാട്ടിലുള്ള ഈ ഒരു സംഭവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.